ഹായ്, ഞാനിപ്പോൾ ഇന്നൊരു മഷ്റൂം ചെട്ടിനാട് മസാല വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യത എണ്ണ ഒഴിച്ചു, കുറച്ച് ജീരകം, പിന്നെ 2 ബിരിയാണി ഇല, വലിയ ഉള്ളി, ഒരു ഉള്ളി. ചെട്ടിനാട് മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഓക്കെ. ഉള്ളി ഒന്ന് വതക്കി കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു, 2 തക്കാളി ഇട്ട് കണ്ട ഉടഞ്ഞു. ഇനി നമുക്ക് മഷ്റൂം ഇടാം. ഇപ്പം അതിന് വേണ്ട മസാല ഉണ്ടാക്കാൻ കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് തേങ്ങ. ഇതിൽ മസാലയാണ് മുന്നിട്ട് നിൽക്കുക. നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം കേട്ടോ. ചെട്ടിനാട് മസാല സെയിം തന്നെയാണ്. പട്ട, കരയാമ്പൂ, ഏലക്ക. ഇപ്പം ഇതിൽ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഗരം മസാലയുടെ എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ഏലക്കായ, അതിൻ്റെ കൂടെ അവർ വെളുത്തുള്ളി, ഗാർലിക് പൗഡർ അത് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. അത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഗാർലിക് പച്ച ഇടാം, കുറച്ചും കൂടി ഫ്ലേവർ കിട്ടണമെങ്കിൽ. ഓക്കെ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഗാർലിക് ഇട്ടിട്ടില്ല. ഇത് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്ത് കിട്ടണം. എന്താ വെച്ചാൽ അത് പൊടിയല്ലേ, റെഡിമെയ്ഡ് മസാലയല്ലേ. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഹോം മെയ്ഡ് ഉണ്ടാക്കിയിട്ട് അത് ചേർക്കണം. ഓക്കെ. ഇതിപ്പോൾ വാങ്ങിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു പച്ച ചൊയ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഞാനിപ്പോൾ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ പൗഡർ മാത്രം ഡയറക്റ്റ്. അതിലെല്ലാം ഉണ്ട്, എരിവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു സംശയം നോക്കിയിട്ട് നമുക്ക് ഇടാം. ഓക്കെ. ഓക്കെ. നന്നായിട്ടൊന്ന് പച്ചച്ചയ പോണ വരയ്ക്കും വറുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായി പേസ്റ്റോടെ. തേങ്ങ ഉണ്ടല്ലോ, പൗഡർ മാത്രമല്ലല്ലോ, അപ്പോൾ അരയ്ക്കണം. ഓക്കെ. വെള്ളം ഒഴിച്ചു ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അരച്ച മസാല ഇട്ടു. എന്നിട്ട് കുറച്ച് കൂടിയിട്ട് മിക്സിയിൽ ജാറൊന്ന് കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. കുറച്ച് ഗ്രേവി വേണ്ടവർ നല്ലോണം ഒഴിച്ചോളൂ. ഗ്രേവി വേണ്ടാത്തവർ കുറച്ചേ ഗ്രേവി വേണ്ടൂ എന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട. ഓക്കെ. അങ്ങനെ അടച്ച് വെച്ച് ചിലപ്പോൾ നമ്മൾ ചപ്പാത്തി റോള് മാതിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്രേവിയേ വേണ്ട. ഇതിപ്പോൾ വേറെ കൊടുക്കാനാണ്, അപ്പോൾ ഗ്രേവി വേണം. ജാറിലുള്ള അത് കൂടി ഉണ്ട്, അതിൽ മസാല നല്ലോണം ഉണ്ട്. അപ്പോൾ അതും വെള്ളം ഒഴിച്ചിട്ട് ചേർത്തു. കരിവേപ്പില ഇട്ടിട്ട് അടച്ചു വയ്ക്കാം.